പശ്ചിമേഷ്യയിലെയും യുക്രൈനിലെയും സംഘർഷങ്ങൾക്കിടയിൽ കിഴക്കൻ ഏഷ്യയിൽ ചൈനയും തായ്വാനും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. കിഴക്കൻ ഏഷ്യയിൽ നിന്ന് ഉയരുന്നത് ഭയാനകമായ യുദ്ധ കാഹളമാണ്. തായ്വാൻ സമുദ്രാതിർത്തിയിൽ ചൈന വിന്യസിച്ചിരിക്കുന്ന 17 യുദ്ധവിമാനങ്ങളും 7 നാവികസേനാ കപ്പലുകളും വെറുമൊരു സൈനിക അഭ്യാസമല്ലെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. തായ്വാൻ സമുദ്രാതിർത്തിയിൽ ഇപ്പോൾ ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങൾ തങ്ങളുടെ ഭൂപ്രദേശത്തെ സംരക്ഷിക്കാനും വിഘടനവാദ ശക്തികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാനുമുള്ള സ്വാഭാവികമായ നടപടിയാണെന്ന് ചൈനീസ് ഭരണകൂടം വിലയിരുത്തുകയാണ്. എന്തുകൊണ്ടാണ് ചൈനയും തായ്വാനും തമ്മിൽ ഇത്രയും വലിയ ശത്രുത നിലനിൽക്കുന്നത്? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തർക്കമല്ല. 1683 ക്വിങ് രാജവംശത്തിന്റെ കാലം മുതൽ ചൈന ഈ ദ്വീപിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ 1895 ജപ്പാനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ചൈനയ്ക്ക് തായ്വാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു. തുടർന്ന് 50 വർഷത്തോളം ജപ്പാന്റെ കോളനിയായിരുന്ന തായ്വാൻ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വീണ്ടും ചൈനയുടെ ഭാഗമാകുന്നത്. ഇന്നത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം 1949 ചൈനയിൽ നടന്ന ആഭ്യന്തര യുദ്ധമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചടക്കിയപ്പോൾ പരാജയപ്പെട്ട ഭരണകൂടം തായ്വാനിലേക്ക് പലായനം ചെയ്തു. അവിടെ സ്വന്തം ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ ഭൂപ്രദേശത്ത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തായ്വാനിൽ റിപ്പബ്ലിക് ഓഫ് ചൈനയും എന്ന പേരിൽ 2 ഭരണകൂടങ്ങൾ നിലവിൽ വന്നു. തായ്വാൻ തങ്ങളുടെ പ്രവിശ്യയാണെന്ന് ചൈന അവകാശപ്പെടുമ്പോൾ സ്വതന്ത്രമായ സൈന്യവും ഭരണകൂടവുമുള്ള തങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രമാണെന്ന് തായ്വാൻ വാദിക്കുന്നു. നിലവിലെ ചൈനീസ് നീക്കങ്ങൾ കേവലം ഒരു പരിശീലനമല്ലെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നു. തായ്വാനെ ഏത് വിധേനയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തായ്വാന് പിന്തുണയുമായി രംഗത്തുണ്ട്. ഏഷ്യ പസഫിക് മേഖലയിലെ സമാധാനം തകർക്കുന്ന ഈ വടംവലി ഒരു പൂർണ്ണ രൂപത്തിലേക്കുള്ള യുദ്ധത്തിലേക്ക് മാറിയാൽ അത് ആഗോള സാമ്പത്തിക രംഗത്തെയും സുരക്ഷയും ദോഷകരമായി ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല.